എന്താ? ജയന്റെ അമ്മ വല്ലാതെ തല്ലി. നീ കാരണാണോ? ജയന്റെ കൈ തട്ടി ഒരു പാത്രം ഉടഞ്ഞു. നീ അവിടെ അകത്ത് പോയി എന്തിനാ കളിക്കുന്നേ? മുറ്റത്ത് നിൽക്കാനേ പാടുള്ളൂ എന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? ആരാ പാത്രം ഉടച്ച്? നീയല്ലേ? അല്ല, ജയന്റെ കൈ തട്ടി വീണു. ഞാനല്ല. സത്യം പറഞ്ഞു. അല്ലമ്മേ, ജയനാ. നമ്മുടെ വീട് പോലല്ല, അകത്ത് വില പിടിച്ച പല സാധനങ്ങളും കാണും. അമ്മേ, ഒരു ഫോറിൻ കാറ് തട്ടിയാലും മുട്ടിയാലും ഒക്കെ തിരിഞ്ഞു തിരിഞ്ഞു പോവും. ജയന്റെ അച്ഛൻ വാങ്ങിക്കൊടുത്താ. അങ്ങനെ പലയിടത്തും പലതും കാണും. ജയൻ എത്ര വലിയമ്മ, എത്ര ചെറിയമ്മ, പിന്നെ അമ്മായിമാര്, എത്ര സാധനം കൊടുത്തിട്ടുള്ളത്. അധികം പിറന്നാളിന് കിട്ടിയതാ. കോപ്പി പുസ്തകം എടുക്ക്. തെറ്റിയ കൂട്ടക്ഷയൊക്കെ 10 പ്രാവശ്യം എഴുത്. സ്കൂൾ തുറക്കാൻ അടുത്ത ആഴ്ച. എന്റെ പിറന്നാളിന് എന്താമ്മേ ഒന്നും കിട്ടാത്തത്? ഇവിടെ ആരും വരുന്നുമില്ല. എനിക്ക് ആരുമില്ല അല്ലേ? ഞാനില്ലേ? അമ്മ വാങ്ങിത്തരാം. അതുപോലെ പിറന്നാളാവട്ടെ, പോയി പഠിക്കും. എന്റെ പൊന്നുമക്കളെ, കേലോണ്ടടിക്കാൻ പാടില്ല. അടങ്ങ്, എന്ത് വേണമെങ്കിൽ ചെയ്തോളാം. എല്ലാരും വീട്ടിൽ പോയിക്കോളൂ. ഇന്ന് എന്തൊക്കെ പഠിച്ചു? ടീച്ചറ് തെന്നാലിരാമന്റെ കഥ പറഞ്ഞു തന്നു. പിന്നെ വേറൊരു മാഷ വന്ന് വലുതാവുമ്പോ ആരാവാനാ മോഹമെന്ന് ചോദിച്ചു. ആർക്ക് എന്താവാനാ മോഹം? ഡ്രൈവർ, എയ്റോപ്ലെയിന്റെ ഡ്രൈവർ. ആ, കൊള്ളാം. എയ്റോപ്ലെയിന്റെ ഡ്രൈവർക്ക് പൈലറ്റ് എന്നാ പറയാ. പൈലറ്റ്, പൈലറ്റ് ഹരികുമാർ. പിന്നെ ഇത്രയും കൂടെ വലുതായ എനിക്ക് മന്ത്രം പഠിക്കണം. എന്ത് മന്ത്രം? മന്ത്രം പഠിച്ചിട്ട് തപസ്സിരിക്കണം. തെന്നാലിരാമന്റെ കഥയിലുള്ള മാതിരി. തപസ്സിരുന്നിട്ട് അപ്പൊ ഭദ്രകാളി വരും. പേടിപ്പിക്കാൻ നോക്കുമ്പോഴൊക്കെ നല്ല ധൈര്യത്തിലിരിക്കണം. അപ്പൊ 2 പഴം കാണിക്കും. 2 കയ്യില് 2 പഴം. ഓഹോ, അത് ഞാൻ കേട്ടിട്ടില്ല. ഒരു പഴം തിന്നാ നല്ല ബുദ്ധി ഉണ്ടാവും, മറ്റേത് തിന്നാ കൊറേ പണം ഉണ്ടാവും. ഒന്നേ എടുക്കാൻ പാടൂ. നീ ഏതെടുക്കും? ആ, അതാ എന്റെ സൂത്രം. ഞാനീ 2 തട്ടിപ്പറിച്ചോണ്ട് ഒറ്റ ഓട്ടം. അപ്പോഴോ ഭദ്രകാളി ഹരിമോന്റെ അടുത്ത് തോറ്റ തന്നെ. ലിസ്റ്റ് വാങ്ങേണ്ട പുസ്തകങ്ങളെല്ലാം മാഷ എഴുതി തന്നു. വേഗം കഴിയുന്നാലും കഴിക്കോ, വിശക്കുന്നുണ്ടാവും. ഞാൻ വാങ്ങിക്കോളാം. അതിന് സുനന്ദ നടക്കണ്ട. നിർബന്ധമാണെങ്കിൽ പിന്നെ കണക്ക് തന്നോളാം. നിക്ക്, മതി. സത്യം പറഞ്ഞാൽ ഞാൻ ഈ പ്രസ്ഥാനത്തിനെതിരാ. എന്നാലും കുട്ടികളെ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നതിനോടാണോ എതിര്? അല്ല, പഠിപ്പിക്കുന്ന രീതിയോട്. ഏത് ഭാഷ പഠിക്കുന്നത് നല്ലതാ. ചെറിയും മൽബറിയും ആപ്രിക്കോട്ടും ഒക്കെ കൊച്ചുകുട്ടികളെ പഠിപ്പിക്കും. പക്ഷെ നമ്മുടെ മാവും കശുമാവും കണ്ടാൽ തിരിച്ചറിയില്ല. മലയാറ്റൂരിന്റെ നോവലില് IAS കാരന്റെ മക്കള് ഗ്രാമത്തിൽ പോകുമ്പോ നെല്ല് കണ്ടിട്ട് ചോദിക്കുന്നുണ്ട്, അരശിച്ചെടിയാ? നമ്മുടെ ലൈഫായി ബന്ധപ്പെടുത്തുക എന്നതല്ലേ കാര്യം. ദാറ്റ്സ് ഇറ്റ്. സുനന്ദയ്ക്ക് പറ്റും. ബാങ്ക് മാനേജർ മിസ്റ്റർ ഭാസ്കരൻ പറയുന്ന പോലെ പലർക്കും ഒരു അനുഗ്രഹമാവും. യു ക്യാൻ ഡു ഇറ്റ്. മാസ്റ്റർ എല്ലാത്തിനും മുമ്പ് നിന്നാൽ സാധിച്ചെന്ന് വരും. പിന്നിൽ ഞാനെപ്പോഴും പിന്നിലാണല്ലോ. ഓർഗനൈസിങ് ഞാൻ ഏറ്റു. പക്ഷേ മാനേജ് ചെയ്യുന്നത് സുനന്ദയുടെ മിടുക്ക്. എന്നെ അതിന് കൊള്ളില്ല. സ്വന്തം ലൈഫ് തന്നെ ഒരുമാതിരി മിസ്മാനേജ് ചെയ്ത് അലങ്കോലമാക്കിയവനാ ഞാൻ. ഇത് ശരിയാവുമെന്ന് ഉള്ളിൽ ബലമായ ഒരു വിശ്വാസം, ഒരു തോന്നൽ. റെഡിയാണോ? മാഷ് കൂടെ ഉണ്ടെങ്കിൽ ഞാൻ റെഡിയാണ്. ഞാനുണ്ടല്ലോ. ആ ശരി, ഇനി തിരുമേനി പറയുന്ന പോലെ പരിഭ്രമിക്കാൻ തുടങ്ങിക്കളയാം. അമ്മ വിളിക്കേ.
തിരുമേനയുടെ പറമ്പിൽ ഷെഡ് കെട്ടും. വാഹനങ്ങൾ വരാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ തുടങ്ങാം. ഇവരിവിടെ ഒരു നഴ്സറി സ്കൂൾ തുടങ്ങുന്നു. ജയക്കുട്ടിന് സൗകര്യമായി. ഓ, സുനന്ദയുടെ ശ്രമമാണ്. ഞാൻ വേണ്ട സഹായങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. മോണ്ടിസോറി ട്രെയിനിങ് കഴിച്ചിട്ടുണ്ടോ? ഇല്ല. കുറച്ച് കഴിഞ്ഞാൽ ട്രെയിനിങ് കഴിഞ്ഞവരെ നിയമിക്കാം. 2 മുതൽ 5 വരെയുള്ള പ്രായത്തിലാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്. ബ്രിങ്കിങ് അപ്പ് ചിൽഡ്രൻ. ഞാനൊരു പുസ്തകം വായിച്ചിട്ടുണ്ട്. ഇറ്റ്സ് നോട്ട് എ ജോക്ക്. അറിയാം, അതിന്റെ ഗൗരവം ഞങ്ങൾക്കറിയാം. 2 വയസ്സിനും 5-നും ഇടയ്ക്ക് മോസ്റ്റ് ഇമ്പോർട്ടന്റ് പീരിയഡ്. അപ്പോ തെറ്റായ ഒരു വാക്ക്, ഒരു സ്പെല്ലിംഗ്, അത് പിന്നെ തിരുത്താനേ പറ്റില്ല. മോണ്ടിസോറി സിസ്റ്റത്തിൽ അങ്ങനെ പറയുന്നില്ലേ? അതിലും മോഡേൺ ആണ് എന്നിപ്പോ പറയുന്നത് എം ധാർ പരീക്ഷിച്ച ഒരു സിസ്റ്റമാണ്. എസ് നന്ദ അതിനെപ്പറ്റി ഒരു ടെസ്റ്റ് എഴുതിയിട്ടുണ്ട്. ഓ, പക്ഷെ ബേസിക്സ് ഒക്കെ ഒന്നല്ലേ? ലേൺ വൈൽ ദ പ്ലേ ദെയർ സെൻസ് ഷുഡ് ഗ്രോ. നോട്ട് ഓൺലി ദാറ്റ്, ദേ മസ്റ്റ് അണ്ടർസ്റ്റാൻഡ് നേച്ചർ. ഇറ്റ്സ് ഫ്ലോറ, ഫോണ, സെൻസ് ഓഫ് ക്ലെൻലിനെസ്, റെസ്പെക്ട് ഫോർ എൽഡേഴ്സ്, ഫെയ്ത്ത് ഇൻ ദ സ്പിരിച്വൽ വൺനെസ് ആൻഡ് സോഷ്യൽ ഇക്വാലിറ്റി. അബ്സല്യൂട്ട്ലി റൈറ്റ്. ചെങ്ങാടിക്ക് സ്കൂൾ തുടങ്ങിയപ്പോ ജയക്കുട്ടൻ ഒറ്റയ്ക്കായോ? മോനും പഠിക്കാൻ പറ്റിയൊരു സ്കൂൾ ആന്റി അടുത്ത് തുടങ്ങും. ആരാ ടീച്ചർ? ആന്റി തന്നെ. ഹരിമോന്റെ ചങ്ങാതിയാണെന്ന് വെച്ചിട്ട് പഠിക്കാതിരുന്ന ആന്റി കുറേശ്ശെ ചെവിക്ക് പിടിക്കും. പറഞ്ഞേക്കാം. നടക്കട്ടെ. ഞാനിത് വേഗം ശരിയാക്കാം. ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു വെരി മച്ച്. അവളുടെ ഒരു ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് ലിറ്ററേച്ചർ BA ഫസ്റ്റ് ക്ലാസ്. ഈ പ്രോജക്ട് റിപ്പോർട്ടിലുണ്ട്. വലിയ വാചകം. നോക്ക്, ഒരു നാടൻ ചൊല്ലുണ്ട്, ചുണ്ടങ്ങ കൊടുത്ത് വൈതനങ്ങ വാങ്ങരുത്. അതാണിപ്പോ പറ്റിയത്. ആ ഭാഗത്താവാം മെയിൻ ഷെഡ്. ഈ സൈഡില് ഓഫീസായിട്ടിരിക്കാം. സുനന്ദ ഇത്ര വെൽ പ്രിപ്പയർഡ് ആണെന്ന് ഞാൻ കരുതിയില്ല. മഹാരാഷ്ട്രത്തിലെ ഒരു അമ്മ അനുത്തായി കുറച്ച് പരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ടത്രേ. വിജയത്തിനോട് പറഞ്ഞ ഞാൻ അതൊന്നും കേട്ടിട്ടേ ഇല്ല. എം ധാറിന്റെ പരീക്ഷണം, എസ് നന്ദയുടെ സിസ്റ്റർ അല്ലേ? എന്നെ ടെസ്റ്റ് ചെയ്യാൻ തുടങ്ങിയ ഞാൻ വിട്ടുകൊടുക്കുമോ? തൽക്കാലം അടങ്ങിയോ? അത് മതി. എം ധാർ, മുരളീധരൻ ഇംഗ്ലീഷീകരിച്ചാൽ എം ധാർ. മാഷയുടെ പരീക്ഷണം, എസ് നന്ദ. സുനന്ദ നടപ്പാക്കുന്നു. സിമ്പിൾ. അസാധ്യം. ബുദ്ധിരാക്ഷസിയാണ്, സമ്മതിച്ചു പോയി. അത് പറയുമ്പോ ചിരി വരുമെന്നായിരുന്നു പേടി. രക്ഷപ്പെട്ടു. വികട സരസ്വതി എന്റെ നാവിന്റെ തുമ്പത്താണെന്ന് അവക്കറിയില്ലല്ലോ. നോക്കൂ, ഡാർക്ക് ബ്ലൂവും ലൈറ്റ് ബ്ലൂവും മതി. ഈ തൈ എന്തിനാ? സായിപ്പിന്റെ കാലത്ത് ഹാങ് ഓവർ.
നാട്ടിൻപുറത്തെ കുട്ടികൾക്ക് ടൈ വേണോ? ടൗണിലെ പിള്ളേരുടെ ഗമയിലാണെന്ന് തോന്നണം. ഈ യൂണിഫോം ഇടാൻ വേണ്ടി മാത്രം പിള്ളേർ വാശി പിടിക്കണം. അതുണ്ടാവും. ബിസിനസിന്റെ ശാസ്ത്രത്തിൽ ഗുരു ശിഷ്യനായിരിക്കുന്നു, കീഴടങ്ങുന്നു. കുറച്ചേരിരുന്ന് പഠിക്കും, എന്നിട്ട് ചോറ് തരാം. വെക്കും. അമ്മേ, മാഷ്. എനിക്കിത് റെയിലിൽ കയറുന്നവരെ ഇരിപ്പുറക്കില്ല. വീട്ടിൽ ചെന്നപ്പോഴാണ് ഒരു പ്രോബ്ലം ഓർമ്മ വന്നത്. ഉടനെ പുറപ്പെട്ടു. എന്താണ് സർ പ്രോബ്ലം? സാരമില്ല, കുറച്ച് അകലെന്നുള്ള കുട്ടികളും വരാനുണ്ടാവും. കുട്ടികളെ കൊണ്ടുവിടാനും കൊണ്ടുപോകാനും പലർക്കും ആളുണ്ടാവില്ല. ഒരു വാഹനം വേണ്ടി വരും. അതൊക്കെ നമുക്ക് സാധിക്കില്ലല്ലോ മാസ്റ്റർ. പേടിക്കണ്ട, ശരിയാക്കി. ഹൈദ്രോസിന്റെ പഴയ വാൻ 2 നേരം ഓടും. മാസ വാടക. പിക്കപ്പ് വേണ്ടവർക്ക് എക്സ്ട്രാ ചാർജ് ചെയ്യണം ഫീസിന്റെ കൂടെ. ഇപ്പൊ തന്നെ ടൗണിലെ ഫീസ് ആണെന്ന് ചിലർക്ക് ആക്ഷേപം തോന്നിയിട്ടുണ്ട്. ഫീസ് കുറയ്ക്കില്ല. സുനന്ദ ഫ്രീ ആയി ഒറ്റ കാശും വാങ്ങിക്കാതെ പഠിപ്പിക്കാമെന്ന് പറഞ്ഞാൽ ഒരു കുട്ടി വരുമോ? വരില്ല. സ്കൂളിന് തൊട്ടടുത്ത വീട്ടിലെ കുട്ടികളെയും മാനിൽ അയച്ചാലോ ഒന്നുകൂടി ആലോചിക്കും. മേനി കാട്ടലില് നാട്ടിൻപുറം നഗരത്തെക്കാൾ ഒട്ടും മോശമല്ല. ഇറ്റ്സ് വേസ്റ്റ്. ഗോകർണം മുതൽ തെക്ക് കന്യാകുമാരി വരെയും ഹരിമോനെ ബോധിപ്പിക്കാൻ വേണ്ടി എപ്പോഴും ഞാൻ അകത്ത വിഷമം പുറത്തു കാട്ടാതെ ചിരിക്കുന്നു, കളി പറയുന്നു. ഉള്ളില് നാളെ എന്താവെന്നോർത്ത് ഭയമായിരുന്നു. ഭയം മുഴുവൻ മാറിയിട്ടില്ല. എന്നാലും അല്പം ഒരാശ്വാസം. എല്ലാം ശരിയാവും. 10-30 കുട്ടികൾ വന്നാൽ ജയിച്ചു. വരും. മാഷ ഇവിടെ എത്തിപ്പെട്ടത് എന്റെ പ്രാർത്ഥനയുടെ ഫലമായിട്ടാവും. ആര് കണ്ടു? ഒരു കൈ പ്രഹരിക്കവേ മറിച്ചൊരു കൈ കൊണ്ട് തലോടും ഈശ്വരൻ എന്നുണ്ടല്ലോ. അന്ന് മാസ്റ്റർ പോയ ശേഷം കുറച്ചു കാലം പിന്നെയും മാഷെ പറ്റി ഓർക്കും. കോളേജിലാവുമ്പോഴും ഇടയ്ക്ക് പത്രത്തിൽ പേര് കാണും. പിന്നെ വീട്ടിലെ പ്രാരാബ്ധങ്ങൾ വന്നുപെട്ടപ്പോൾ പലതും മറക്കേണ്ടി വന്നു. പക്ഷേ ഞാൻ മറന്നില്ല. സത്യം. ട്രെയിനിങ് കഴിഞ്ഞതിന് ശേഷം ഒരിക്കൽ ഞാൻ സുനന്ദ നാട്ടിൽ വന്നു. പഴയ സ്കൂൾ, പഴയ വഴികൾ വെറുതെ ചുറ്റി തന്നു. വീട്ടിലും വന്നു. അപ്പൊ ഞാൻ ആരും പറഞ്ഞില്ലല്ലോ. ഗേറ്റിൽ നിന്നേ ഉള്ളൂ. തുളസിത്തറയുടെ പിന്നിൽ നിന്ന് കുട്ടിയോട് ചോദിച്ചു. സുനന്ദ നിൽക്കാറുള്ള അതേ സ്ഥലം. ഞാൻ നടക്കാൻ ഇറങ്ങുമ്പോൾ കല്യാണം കഴിഞ്ഞ് പോയിന്ന് കുട്ടി പറഞ്ഞു. ആരാ എന്താന്നൊക്കെ ചോദിച്ചു കുട്ടി വന്നപ്പോ ഞാൻ നടന്നു. അതുപോട്ടെ, ഒരു തമാശ. ഒക്കെ നന്നായി വരും. വാനിന്റെ കാര്യായി. ഇനി എന്തോ ഒന്നുകൂടി ഉണ്ടല്ലോ, മറന്നു. എന്നും ടെക്സ്റ്റ് മറക്കാറുള്ള മാസ്റ്ററുടെ മറവിക്ക് ഒരു കുറവുമില്ലല്ലേ? മറന്നത് മനഃപൂർവ്വമായിരുന്നു. 21-ാം വയസ്സിലെ ചാവല്യമെന്നോർത്ത് ഇപ്പോ തമാശയായത് ഓർക്കാം. പുസ്തകം വാങ്ങുമ്പോ ഈ വിരൽത്തുമ്പൊന്ന് തൊടാലോ. അതിനുവേണ്ടി മനഃപൂർവ്വമായിരുന്നു മറവി. സത്യം. മാഷ എന്താ മറന്നത്? മോൻ ഉറങ്ങിയില്ലേ? മാഷ എന്താ മറന്നത്? ഓ,
ഓരോ പഴയ കാര്യങ്ങള്. മോൻ ഇറങ്ങിക്കോ. മാഷൊന്നും മറന്നിട്ടില്ല. മറവി അമ്മയ്ക്കാ. മാഷ് ഒന്നും കൂടെ വരണം. മാഷ് സർവീസ് റൂൾസ് വായിച്ചിട്ടില്ലേ? ഗവൺമെന്റ് സർവൻസ് വേറെ, ബിസിനസ് നടത്താൻ പാടില്ലെന്ന് അറിയാമല്ലോ. എനിക്ക് ഇവിടെ ചിലരെ പോലെ ടാക്സിക്കാറില്ല, ട്യൂട്ടോറിയലിന് ശമ്പളമില്ല, ഹോമിയോ പ്രാക്ടീസ് ഇല്ല, ജ്യോതിഷവും ഇല്ല. നഴ്സറി സ്കൂൾ പിന്നെ ഒരു ബിസിനസ് അല്ലേ? ആയിരിക്കാം. ഞാനതിൽ ബാങ്കിലെ ജാമ്യക്കാരെ മാത്രമാണ്. പാർട്ട്ണർഷിപ്പ് ചേരാനും പാടില്ല, റൂൾസ് ഉണ്ട്. രേഖകൾ നോക്കാം. പ്രൊപ്പറേറ്ററി സ്ഥാപനമാണ്, ഞാൻ പാർട്ട്ണറല്ല. പാർട്ണർഷിപ്പ് പല ലെവലിലും അഡ്ജസ്റ്റ് ചെയ്യാം. ഡിപ്പാർട്ട്മെന്റ് ഒരു അന്വേഷണം നടത്തണം എല്ലാരെ പറ്റി. സ്കൂൾ ടൈമിൽ നിങ്ങളവിടെ പോകുന്നുണ്ട്, അത് ശരിയല്ലെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ ഇന്ന് മുതൽ ഒരാഴ്ചത്തേക്ക് കാഷ്വൽ ലീവാണ്. പിന്നെ ചിലപ്പോൾ സിക്ക് ലീവ്. ലീവ് ആപ്ലിക്കേഷൻ കൊടുത്തേക്കാം. ലീവ് സമയം എന്റെ സ്വന്തം സമയമാണല്ലോ. ആ ശ്രമങ്ങൾ എന്തൊക്കെയായി? വേറെ സ്ഥലം കിട്ടാൻ ഞാൻ ഒഴിഞ്ഞോളാം. അതല്ല, സ്കൂളിന്റെ ശ്രമം. ആ, നടക്കുന്നു. മാളൂട്ടിയുടെ നിർബന്ധാണ്. എനിക്കാര് താമസിച്ചാലെന്താ? അവള് നിർബന്ധിക്കുമ്പോ ഞാനും ചുമ്മാ പേരിന് വീടൊഴിയുന്ന കാര്യം പറയും. അത് കാര്യാക്കണ്ട. അടുക്കളത്തലം പൊട്ടിന്ന് പറഞ്ഞു. ഞാൻ ശരിയാക്കിച്ചു. ഞാൻ എന്ത് സഹായങ്ങളൊക്കെയാണ് വേണ്ടത് വെച്ചാ പറഞ്ഞാ മതി. പഞ്ചായത്തിന് എന്ത് ചെയ്യാൻ കഴിയും എന്നതിനെ കുറിച്ചും ആലോചിക്കാം. ഒക്കെ ഒന്ന് വിശദമായിട്ട് പറയൂ. അല്ല, ഞാൻ ഇറങ്ങാൻ നിൽക്കാണ്. ഓഹോ, ഇറങ്ങാം. സ്കൂളിലേക്ക് ഞാനും വരാം. ഒക്കെ ഒന്ന് നോക്കാലോ. ഈ നാട്ടിലെ ഒരു സംഭവമല്ലേ, ഞാൻ അന്വേഷിച്ചില്ല എന്നുള്ള പരാതി ഉണ്ടാവരുത്. എനിക്ക് തിരക്കുണ്ട്. ചിലപ്പോ മാസ്റ്റർ കാത്തു നിൽക്കുന്നുണ്ടാവും. മുരളി ഭാഷല്ലേ? വിവരങ്ങളൊക്കെ അപ്പ ഞാൻ അറിയുന്നുണ്ട്. വലിയ ശീലാവതിയമല്ല എന്റെ മുമ്പിൽ മാത്രമാണല്ലേ. നിങ്ങൾ നിങ്ങളുടെ പാട് നോക്കി പോണം. എന്റെ സഹായം കൂടാതെ നീ ആ മാഷം കൂടെ സ്കൂൾ നടത്തുവോ? അതാ എനിക്ക് കാണേണ്ടത്. നടത്തും. ഉദ്ഘാടനത്തിന് ക്ഷണക്കത്തും വരും. അപ്പൊ മാളൂമ്മയും കൂട്ടി വന്നാ മതി. ഇപ്പൊ പോണം. എന്റെ പാർട്ട്ണർഷിപ്പിലെ വ്യവസ്ഥകൾ അറിയാഞ്ഞിട്ടാണ് സ്കൂളിലെ അസ്വാസ്ഥ്യം. നാട്ടുപ്രമാണിയുടെ താക്കീതും കിട്ടി. ഇദ്രോസ് വന്നല്ലോ.